കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ രാവിലെയും ഗ്രേസ് ടി വിയിൽ കൂടെ ദൈവവചനം സംസാരിപ്പാൻ കർത്താവ് തന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിവസവും ഈ സന്ദേശം കേൾക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വന്ദനം പറയുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മളെ അവിടെ ഇവിടങ്ങളായി പരിപാലിച്ചു. ആവശ്യമായ ആരോഗ്യവും ബലവും ആഹാരവും വസ്ത്രവും സന്തോഷവും സമാധാനവും സ്വർഗത്തിൽ നിന്ന് നൽകി നമ്മെ ജയോത്സവമായി നടത്തിയ കർത്താവിന് മുഴുമാനവും മഹത്വവും അർപ്പിക്കുന്നു. ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധ ആത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം എബ്രായ ലേഖനം 13-ാം അധ്യായം 8-ാം വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അതിഗംഭീരമായി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം. എബ്രായ ലേഖനത്തിനകത്ത് കൃപയാൽ യേശുവിൽ കൂടെയുള്ള രക്ഷയെക്കുറിച്ചും യേശു ക്രിസ്തുവിൻ്റെ യാഗമരണത്താലുള്ള വിടുതലിനെക്കുറിച്ചും ആഴമായി എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ജീവിതത്തെ അവൻ വരച്ച് കാണിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം. ഇവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, എബ്രായ ലേഖന കർത്താവ് പറയുന്നത് അവൻ അനന്യനാകുന്നു എന്നാണ്. അനന്യനായ ക്രിസ്തു എപ്പോഴാണ് അനന്യനായതെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെയും അനന്യൻ, ഇന്നും അനന്യൻ, എന്നേക്കും അനന്യൻ. ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ, ഇന്നലെയും ഇന്നും നാളെയും നമുക്ക് ദൈവം അനന്യനായിരിക്കുന്നു. സ്തോത്രം. ഒരു മനുഷ്യന് പൂർവകാലമില്ല, എന്നാൽ ഇന്നലകളുണ്ട്, ഇന്നുണ്ട്, നാളെ ഉണ്ട് നമുക്ക്. എന്നാൽ പൂർവകാലം നമുക്കില്ല. നമ്മുടെ കാലം ആരംഭിക്കുന്നത് ഒരമ്മയുടെ ഉദരത്തിൽ ഗർഭപാത്രത്തിനകത്ത് ഉരുവായ സമയമാണ് നമ്മുടെ ആരംഭം ആകുന്നത്. അതിനു മുമ്പ് നമ്മൾ എങ്ങും ജീവിച്ചിരുന്നതായിട്ട് നമുക്ക് തെളിവില്ല. അങ്ങനെ നമ്മൾ ജീവിച്ചിരുന്നിട്ടില്ല. എന്നാൽ ജനിക്കുന്നതിന് മുമ്പേ എന്ന് പറഞ്ഞാൽ ഒരമ്മയുടെ ഉദരത്തിൽ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പേ ജനിച്ചവനായ ഒരുവനുണ്ട്. അതുകൊണ്ടാണ് ജനിക്കും മുമ്പേ ജനിച്ചവനെന്ന് ഞാൻ പറഞ്ഞത്. ജനിക്കുന്നതിന് മുമ്പേ, എവിടെ ജനിക്കുന്നതിന് മുമ്പേ? ഈ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുമ്പേ ജനിച്ച ഒരുവൻ ഉണ്ട്. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു ആകും. യേശുക്രിസ്തുവിൻ്റെ പൂർവകാലം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ജനിച്ചതുപോലെ മറിയത്തിൽ ഉരുവായി ജനിച്ചവനല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം സ്വർഗത്തിൽ ഉണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായ മനുഷ്യപുത്രൻ അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. അപ്പോൾ മനുഷ്യപുത്രനായ ക്രിസ്തു എവിടുന്നാണ് വന്നത്? സ്വർഗത്തിൽ നിന്ന്. കണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറയുക, യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാ. അപ്പോൾ ഇന്നലെയും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവ് അനന്യനാകാൻ കാരണം സൃഷ്ടിപ്പല്ല യേശു. നമ്മൾ സൃഷ്ടിയാണ്. നമ്മുടെ അമ്മയെ ദൈവം സൃഷ്ടിച്ചു, നമ്മളെ ദൈവം സൃഷ്ടിച്ചു. നാളെ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം സൃഷ്ടിച്ചു, പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം സൃഷ്ടിച്ചു. സൃഷ്ടിയാണ്. ആദമിനെ സൃഷ്ടിച്ചു, ഹവ്വയെ സൃഷ്ടിച്ചു. പക്ഷെ ദൈവം സൃഷ്ടിയല്ല. ദൈവം സൃഷ്ടി അല്ലാത്തത് കൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്. യേശുക്രിസ്തു 2025 വർഷങ്ങൾക്ക് മുമ്പ് ബേത്ലഹേമിൽ ജനിച്ചു. അവിടെയല്ല യേശുവിൻ്റെ ഉൽപ്പത്തി. ഇവിടെ വായിക്കുകയാണ്, യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, കന്യകയിൽ ഇറങ്ങി വന്നു, അവിടെ ഗർഭപാത്രത്തിൽ ഇറങ്ങി വന്നു. അപ്പോൾ യേശു എവിടെ ഉണ്ടായിരുന്നു? ജനിക്കുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നു, സ്വർഗത്തിൽ ഉണ്ടായിരുന്നു. ഇനി അതിൻ്റെ 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 58-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന, നിങ്ങൾ നോക്കൂ, അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന
അപ്പം ഇത് ആകുന്നു. നോക്കിക്കേ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെ അല്ല, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. അപ്പൊ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം, ജീവനുള്ള അപ്പം. അതുകൊണ്ടല്ലേ വേദപുസ്തകം പറയുന്നത്, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അപ്പൊ സ്വർഗത്തിൽ നിന്ന് തൻ്റെ മക്കൾക്ക് ജീവൻ കൊടുക്കാൻ വേണ്ടി, ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചില്ലേ, നിത്യജീവൻ തരാനാ കർത്താവ് വന്നതെന്ന് പറഞ്ഞില്ലേ. ആ നിത്യജീവൻ ഉണ്ടാകണമെങ്കിൽ, മരിക്കാതെ ഇരിക്കണമെങ്കിൽ നമുക്ക് അപ്പം ആവശ്യമാണ്, അല്ലേ? നമ്മൾ ഈ ഭൂമി ജീവിക്കുന്നു, ചത്തുപോകാതിരിക്കാനാണ് നമ്മൾ അപ്പം കഴിക്കുന്നത്. നമ്മൾ റൊട്ടി കഴിക്കുന്നു, ചോറ് കഴിക്കുന്നു, പൊറോട്ട കഴിക്കുന്നു, ബീഫ് കഴിക്കുന്നു, ചിക്കൻ കഴിക്കുന്നു. എന്തിനാ? ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയാ, പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയാ. ഇല്ലെങ്കിൽ ചത്തുപോകും. ആഹാരം കിട്ടിയില്ലെങ്കിൽ ചത്തുപോകും. പക്ഷേ നിത്യമായ ജീവൻ ഉണ്ടാകണമെങ്കിൽ നമുക്ക് എന്തോ വേണം? ആഹാരം വേണം. ആഹാരം വേണമെങ്കിൽ എന്താ വെക്കുക? ആഹാരമാണ് സ്വർഗത്തിൽ നിന്ന് വന്നത്. അതുകൊണ്ട് ഇവിടെ വായിക്കുന്നത്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം, യേശു നമുക്ക് വേണ്ടി അപ്പമായി ഇറങ്ങി വന്നു. അപ്പൊ എവിടുന്ന് ഇറങ്ങി വന്നേ? സ്വർഗത്തിൽ നിന്ന് തൻ്റെ മക്കൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന്. ഏലിയാവ് ചൂരച്ചെടിയുടെ ചൂട്ടിക്കിടന്ന് മതി ദൈവമേ എന്ന് പറയുമ്പോൾ ദൂതനെ ഇറക്കി അടയും വെള്ളവും കൊടുത്തില്ലേ പ്രിയരെ? ഹല്ലേലൂയ. ശിഷ്യന്മാർക്ക് കൊടുത്തില്ലേ? രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടുമ്പോൾ കരയിൽ കൊണ്ട് മീൻ കൊടുത്തില്ലേ? അങ്ങനാണെങ്കിൽ അതൊരു അക്ഷരാർത്ഥമാണെങ്കിൽ ഇത് ആത്മീകമായ നിലയിൽ പറയുന്നു, എന്നേക്കും നീ ജീവിച്ചിരിക്കേണ്ടതിന്, ആ ശരീരം ഭക്ഷിക്കേണ്ടതിന്, ആ മാംസം ഭക്ഷിക്കേണ്ടതിന്, ആ രക്തം കുടിക്കേണ്ടതിന്. എന്തിനാണ് ഇതൊക്കെ ചെയ്യേണ്ടത്? നിത്യജീവൻ കിട്ടാൻ വേണ്ടി. ഈ നാട്ടിലുള്ള റൊട്ടി കഴിക്കുമ്പോൾ ഒരു ദിവസം മരിച്ചു പോകും. ബിരിയാണി കഴിക്കുന്ന ഒരു ദിവസം മരിച്ചു പോകും. കുഴിമന്തി കഴിക്കുന്ന ഒരു ദിവസം മരിച്ചു പോകും. ഹല്ലേലൂയ. ഇനി മേത്രമായ ഏതെങ്കിലും നല്ല ഫുഡ് കിട്ടിയാൽ അത് കഴിക്കുന്നവർ ഒരു ദിവസം മരിച്ചു പോകും. പക്ഷേ സ്വർഗത്തിൽ നിന്ന് വന്ന അപ്പമായ ക്രിസ്തുവിനെ ഭക്ഷിക്കുന്നവൻ, തിന്നുന്നവൻ, ഹല്ലേലൂയ, എൻ മൂലം ജീവിക്കുമെന്നാണെങ്കിൽ, ജനിക്കും മുമ്പേ നമുക്ക് വേണ്ടി ജനിച്ചവൻ അപ്പമായി ഇറങ്ങി വന്ന് നമുക്ക് ജയം തന്ന, ജീവൻ തന്ന, ശക്തി നൽകിയ, സ്വർഗത്തിൽ നിന്ന് വന്ന ജീവനാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ ആകുന്നു. ഇനി അതേ അധ്യായത്തിൽ അതേ പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ അവരോട്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, ഞാൻ മേലിൽ നിന്നുള്ളവർ. നോക്കിക്കേ, നിങ്ങൾ ആരാണ്? കീഴിൽ നിന്നുള്ളവർ. നമ്മളൊക്കെ ഈ ഭൂമിയിലുള്ളവരാണ്. പക്ഷെ കർത്താവ് പറയുക, ഞാൻ മേലിൽ നിന്നുള്ളവൻ, സ്വർഗത്തിൽ നിന്നുള്ളവൻ. ഹല്ലേലൂയ. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ. അങ്ങോട്ടൊന്ന് വ്യാഖ്യാനിക്കുക. അവിടെ യോഹന്നാൻ പറയാ, നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ. യേശു കർത്താവ് യോഹന്നാൻ സുവിശേഷത്തിൽ കൂടെ പറയുകയാണ്, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല. സ്തോത്രം. അപ്പൊ നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ കന്യകയുടെ ഗർഭപാത്രത്തിനകത്തുണ്ടായ ഒരു വ്യക്തിയാ. അത് വരാൻ വേണ്ടി ദൈവം കടമെടുത്ത ഒരു ഗർഭപാത്രം മാത്രമാണ്. ഹല്ലേലൂയ. പക്ഷേ യേശു കർത്താവ് ഇവിടെ ജീവിക്കുന്നതിന് മുമ്പേ ജീവിച്ചവനാണ്. അങ്ങനെങ്കിൽ ഇന്ന് രാവിലെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇന്ന് പകൽ ദൂത് പറയട്ടെ, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നെങ്കിൽ, നാം ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അറിയുന്നവൻ, നമ്മുടെ കണ്ണുനീര് കാണുന്നവൻ, ആദം ദമ്പതികളെ ഉണ്ടാക്കുന്നതിന് മുമ്പ് അവൻ ദമ്പതികൾക്ക് വേണ്ടതെല്ലാം തോട്ടത്തിൽ കരുതിയവൻ. അങ്ങനെങ്കിൽ നാമും നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ജനിച്ച് ആ ഗർഭപാത്രത്തിന് ബീജമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ട് ജീവൻ വെച്ച് ആ 9 മാസം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വന്നപ്പോൾ നമുക്ക് വേണ്ടതെല്ലാം ദൈവം കരുതി വെച്ചിട്ടുണ്ട്. പ്രിയരെ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടതെല്ലാം കരുതി വെച്ചിട്ടുണ്ട്. നിന്റെ കുഞ്ഞെന്ത് പഠിക്കണം, എങ്ങനെ ആയിരിക്കണം, എവിടെ ജോലി ചെയ്യണം, എവിടെ കല്യാണം കഴിപ്പിച്ചയക്കണം, എങ്ങനെ ജീവിക്കണം, ഏത് വീട്ടിൽ കിടന്നുറങ്ങണം, ഏത് വാഹനം ഉപയോഗിക്കണം, ഏത് ആഹാരം കഴിക്കണം, ഇതെല്ലാം ജനിക്കുന്നതിന് മുമ്പേ ജനിച്ചവൻ നമുക്ക് വേണ്ടി കരുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ വിശ്വാസത്തിന്റെ വാക്ക് ഞാൻ പറയുക, ഒന്നിനെ കുറിച്ചും ഭാരപ്പെടരുത്.
അതുകൊണ്ട് ഈ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ തിന്നുക കുടിക്കുക, ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ വ്യാകുലപ്പെടരുത്. ചോദിച്ചിട്ടില്ലേ, പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ എന്ത് തിന്നും എന്ത് കുടിക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾ വ്യാകുലപ്പെടരുത്, വിചാരപ്പെടരുത്. കാരണം ജനിക്കുന്നതിന് മുമ്പേ ജനിച്ചവനായ കർത്താവ് നാം ജനിക്കുന്നതിന് മുമ്പേ നമുക്ക് വേണ്ടി കരുതി വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി ചിലത് കർത്താവ് കരുതി വച്ചിട്ടുണ്ട്. ഇന്നലെയും ഇന്നും എന്നേക്കും ഈ യേശു നമുക്ക് അനന്യനാണ്, വിശ്വസ്തനാണ്, കരുതുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങളുടെ ഭാവി തമ്പുരാന്റെ കയ്യിൽ സുരക്ഷിതമാണ്. വട്ടമിട്ട് പറക്കുന്ന കഴുകക്കൂട്ടങ്ങൾ ഹല്ലേലൂയ പറന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളെ കൊത്തി വിളിച്ച് പ്രത്യേക ഒരു സൗണ്ട് പുറപ്പെടുവിച്ച്, തള്ളക്കോഴി തൻ്റെ ചിറക് രണ്ടും വിടർത്തിപ്പിടിച്ച് കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിലേക്ക് കയറുമ്പോൾ ചിറക് അമർത്തി ആ കുഞ്ഞുങ്ങളെ ആ പ്രതിസന്ധിക്കകത്തുനിന്ന്, കഴുകക്കണ്ണുകൾക്കകത്തു നിന്ന് വിടുവിക്കുന്നത് കണ്ടിട്ടില്ലേ? എന്നതുപോലെ എന്നെയും നിന്നെ വിടുവിക്കുന്ന, കരുതുന്ന, അതതിൻ്റെ ആഹാരം തരുന്ന കാക്കകളെ നോക്കുവീൻ, ആമേ, പറവകളെ നോക്കുവീൻ. വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഷിച്ചു വെക്കുന്നുമില്ല. അതതിൻ്റെ ആഹാരം തക്ക സമയത്ത് കൊടുക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ ആത്മാവി പറയാം, ഇന്നലെയും ഇന്നും മാത്രമല്ല എന്നേക്കും അനന്യനായ കർത്താവ് എന്നെ അനുഗ്രഹിക്കും, നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ അവസ്ഥ മാറ്റും, നിങ്ങളുടെ ഇന്നത്തെ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരുത്തും. അതുകൊണ്ട് ജനിക്കുന്നതിന് മുമ്പ് ജനിച്ചവനായ ക്രിസ്തുവിൽ വിശ്വസിക്കുക. ആ യേശു നിങ്ങൾക്ക് വേണ്ടി സകലതും കരുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ അത് വരട്ടെ. പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഇവർക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ളത് അവരുടെ കൈ കൊടുക്കണേ, അവരെ അനുഗ്രഹിക്കണേ. ഈ സന്ദേശം കേട്ട ഈ മക്കളുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ടി സ്വർഗത്തിൽ അപ്പച്ച ചിലത് കരുതി വെച്ചിട്ടുണ്ടല്ലോ, അത് കൊടുക്കണേ. ഒന്നിനും മുടക്കം വരല്ലേ. കർത്താവരെ അനുഗ്രഹിക്കണേ, കൃപയാൽ ഇവരെ നിർത്തണേ, ദൈവകൃപ കൊണ്ട് നിറയ്ക്കണേ, ആത്മാവി ബലപ്പെടുത്തണമേ. പിതാവിൻ്റെ, പുത്രൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ 8:58 വായിക്കുന്ന പോലെ, പൂർവ്വപിതാവായ അബ്രഹാം ആദ്യം വന്നുവെങ്കിൽ അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു എന്ന് വചനത്തിൽ ഞങ്ങൾ കാണുന്നല്ലോ. അബ്രഹാമിന് മുമ്പേ ഉണ്ടായവനെ, ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായവനെ, അനാദികാലങ്ങൾക്ക് മുമ്പേ ഉണ്ടായവനെ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമ്പൂർണമായി തരുന്നു. കർത്താവെ, ജനിക്കുന്നതിന് മുമ്പ്, കന്യകയിൽ ജനിക്കുന്നതിന് മുമ്പ് ജനിച്ചവനായ കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ മക്കളെ അനുഗ്രഹിക്കണേ, കൃപയിൽ മറയ്ക്കണേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.